എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിലെ കാറ്റഗറി 4 പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതിലെ ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം: ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് ഇൻ എ ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂം ചിൽഡ്രൻ ജനറലി ലേൺ എ വ്യക്തിഗതമായി അഥവാ ഇൻഡിവിജ്വലി, ബി കൂട്ടമായി ഇൻ ഗ്രൂപ്പ്സ്, സി വ്യക്തിഗതമായും കൂട്ടമായും ഇൻഡിവിജ്വലി ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്, ഡി പ്രധാനമായും ടീച്ചറിൽ നിന്ന് മെയിൻലി ഫ്രം ദ ടീച്ചർ. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബി ആണ്, അത് തെറ്റാണ്. ശരിയായ ഉത്തരം സി ആണ്, വ്യക്തിഗതമായും കൂട്ടമായും. ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് വ്യക്തിഗതമായും കൂട്ടമായുമാണ്. സി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 2: ഗ്രേഡിംഗ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് ഗ്രാഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ഡേഷ് എന്നാണ്. ഗ്രേഡിംഗ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് ഗ്രാഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ഡേഷ് എന്നാണ്. എ പടി അഥവാ സ്റ്റെപ്പ്, ബി വിജയം അഥവാ സക്സസ്, സി അളക്കുക അഥവാ മെഷർ, ഡി വിലയിരുത്തുക അഥവാ ഇവാലുവേറ്റ്. ഉത്തരം എ ആണ്. പടി അഥവാ സ്റ്റെപ്പ് എന്നാണ് ഗ്രാഡസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. ആ വാക്കിൽ നിന്നാണ് ഗ്രേഡിംഗ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ചോദ്യം നമ്പർ 3: ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശാസ്ത്രകാരൻ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശാസ്ത്രകാരൻ? ഇവാൻ പാവ്ലോവ്, വോൾഫ്ഗാങ് കോഹ്ലർ, സി റോബർട്ട് എം ഗാഗ്നെ, ഡി ജെറോം എസ് ബ്രൂണർ. ഉത്തരം എ ആണ്, ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ. ചോദ്യം നമ്പർ 4: സുലൈമാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നു. ബഹുമുഖ ബുദ്ധിയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പ്രബലമാക്കുന്നത് ഏത് ബുദ്ധിയാണ്? സുലൈമാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നു. ബഹുമുഖ ബുദ്ധിയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പ്രബലമാക്കുന്നത് ഏത് ബുദ്ധിയാണ്? എ യുക്തിപര ഗണിതപര ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ബി സംഗീതപര ബുദ്ധി, മ്യൂസിക്കൽ ഇന്റലിജൻസ്, സി സ്ഥലപര ബുദ്ധി, സ്പേഷ്യൽ ഇന്റലിജൻസ്, ഡി ഭാഷാപര ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഉത്തരം ഡി ആണ്, ഭാഷാപര ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഡി ആണ് ഉത്തരം. 5ാമത്തെ ചോദ്യം: പൂർവ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്രാ കോംപ്ലക്സ് എന്നിവ കാണാം. ഇത് ചർച്ച ചെയ്തത് ഏത് ശാസ്ത്രജ്ഞനാണ് എന്നാണ് ചോദ്യം. പൂർവ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്രാ കോംപ്ലക്സ് എന്നിവ കാണാം. ഇത് ചർച്ച ചെയ്തത് പൂർവ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് ഈഡിപ്പസ് കോംപ്ലക്സും എലക്ട്രാ കോംപ്ലക്സും ഒക്കെ ഉണ്ടാകും. ഇത് ചർച്ച ചെയ്തത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഡേവിഡ് ആസുബൽ, വോൾഫ്ഗാങ് കോഹ്ലർ, ഗോർഡൻ ആൽപോർട്ട്,
സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം ഡി ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ആറാമത്തെ ചോദ്യം. പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത്. പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത്. The study about gifted children was initiated by A. Terman, B. Spearman, C. Thurston, D. Thorndike. ഉത്തരം എ ആണ്, ടെർമാൻ. ടെർമാൻ ആണ് അതിന് മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ. പ്രതിഭാധനരായ അഥവാ ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ച് പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത് ടെർമാനാണ്. ഏഴാമത്തെ ചോദ്യം. നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? The feeling of shame and doubt develops in which stage of an individual? A. പൂർവ ബാല്യഘട്ടം അഥവാ ഇൻഫാൻസി സ്റ്റേജ്. ബി. ബാല്യഘട്ടം അഥവാ ചൈൽഡ്ഹുഡ് സ്റ്റേജ്. സി. കൗമാരഘട്ടം അഥവാ അഡോളസെന്റ് സ്റ്റേജ്. ഡി. മുതിർന്നവരുടെ ഘട്ടം അഥവാ അഡൾട്ട്ഹുഡ് സ്റ്റേജ്. ഉത്തരം ബി ആണ്, ബാല്യഘട്ടം അഥവാ ചൈൽഡ്ഹുഡ് സ്റ്റേജ്. ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ് നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം. അഭിനവിന്റെ മാനസിക വയസ്സ് 15 ആണ്, ശാരീരിക വയസ്സ് 10 ആണ്. എങ്കിൽ അഭിനവിന്റെ ബുദ്ധിമാനം എത്രയാണ്? The mental age of Abhinav is 15. His chronological age is 10. Then what is his IQ? A. 150 കൂടുതൽ, greater than 150. B. 150 കുറവ്, less than 150. C. 150 ആണ്, equal to 150. D. 150 കൂടുതലോ 150 കുറവോ ആണ്, either greater than 150 or less than 150. ഉത്തരം സി തന്നെയാണ്, 150 ആണ്. മാനസിക വയസ്സ് 15 ശാരീരിക വയസ്സ് 10 ആണെങ്കിൽ ബുദ്ധിമാനം അഥവാ IQ 150 ആയിരിക്കും. സി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 9. വൈകാരിക ബുദ്ധിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? വൈകാരിക ബുദ്ധിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആര്? ഇമോഷണൽ ഇന്റലിജൻസ് വാസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ എ. ആൽഫ്രഡ് ബിനെ, ബി. ഡാനിയൽ ഗോൾമാൻ, സി. ചാൾസ് സ്പിയർമാൻ, ഡി. ഹൊവാർഡ് ഗാർഡ്നർ. ഉത്തരം ബി ആണ്, ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. ചോദ്യം 10. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? Which of the following is not a stage of Bruner's cognitive development? A. പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ്. ബി. അനുരൂപീകരണ ഘട്ടം അഥവാ അഡാപ്റ്റീവ് സ്റ്റേജ്. സി. ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജ്. ഡി. പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്. ഉത്തരം ബി ആണ്, അനുരൂപീകരണ ഘട്ടം അഥവാ അഡാപ്റ്റീവ് സ്റ്റേജ്. ബി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 11. പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് യൂസിംഗ് സ്പെസിഫിക് തിങ്കിങ് സ്കിൽസ് ടു റീച്ച് റീസണബിൾ കൺക്ലൂഷൻ ഈസ്. എ. വിവ്രജന ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്.
ബി സംവ്രജന ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. സി വിമർശനാത്മക ചിന്ത അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ്. ഡി ക്രിയാത്മക ചിന്ത അഥവാ ക്രിയേറ്റീവ് തിങ്കിങ്. ഉത്തരം ഇവിടെ രേഖപ്പെടുത്തിയതുപോലെ സി അല്ല, ബി ആണ്. സംവ്രജന ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. കൺവർജന്റ് തിങ്കിങ് അഥവാ സംവ്രജന ചിന്ത എന്നതാണ് ശരിയായ ഉത്തരം. ബി ആണ് ശരിയായ ഓപ്ഷൻ. 12ാമത്തെ ചോദ്യം. 5ാം ക്ലാസ്സുകാരിയായ ഫെമിനക്ക് വളരെ എളുപ്പത്തിൽ 4 × 10 എന്നതിന്റെ ഉത്തരം മനക്കണക്കായി 40 എന്ന് പറയാൻ കഴിയും. എന്നാൽ ചുവടെയുള്ള വഴിക്കണക്ക് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ചോദ്യം: ഒരു റീഫിൽ പേനയുടെ വില 10 രൂപയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള 4 പേനകളുടെ വില എന്ത്? ഇത് രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വഴിക്കണക്ക് രൂപത്തിൽ ചോദിച്ചാൽ ഈ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല, ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉത്തരം പറയാൻ സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നുകൂടി ചോദ്യം വായിക്കാം. 5ാം ക്ലാസ്സുകാരിയായ ഫെമിനക്ക് വളരെ എളുപ്പത്തിൽ 4 × 10 എന്നതിന്റെ ഉത്തരം മനക്കണക്കായി 40 എന്ന് പറയാൻ കഴിയും. എന്നാൽ ചുവടെയുള്ള വഴിക്കണക്ക് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ചോദ്യം: ഒരു റീഫിൽ പേനയുടെ വില 10 രൂപയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള 4 പേനകളുടെ വില എന്ത്? ഇതിന്റെ കാരണം എന്തായിരിക്കും? എ, അവൾക്ക് ഗുണന പട്ടിക അറിയില്ല. ഗുണന പട്ടിക അറിയില്ല എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ 4 × 10 40 എന്ന് ആ കുട്ടി പറയില്ലല്ലോ. ആ കുട്ടി ഗുണന പട്ടിക അറിയാം. അവൾക്ക് വഴിക്കണക്കുകളെ ഭയമാണ്, അങ്ങനെ പറയാൻ കഴിയില്ല. സി, ഗുണനക്രിയയെ കുറിച്ച് ധാരണയില്ല. ഡി, ഗുണനക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ക്ലാസ്സിൽ ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഡി ആണ് അതിന്റെ ഉത്തരം. ഇതാണ് അതിന്റെ കുഴപ്പം. ഗുണനക്രിയയെ കുറിച്ച് ധാരണയില്ല എന്നത് ശരിയല്ല. സി എന്ന ഓപ്ഷൻ ശരിയല്ല. കാരണം ഗുണനമാണല്ലോ ഇവിടെ 4 × 10 എന്ന് ആ കുട്ടി ഗുണിച്ചു. അതിനെക്കുറിച്ചുള്ള ധാരണ കുട്ടിക്കുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഗുണനക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ക്ലാസ്സിൽ ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 13ാമത്തെ ചോദ്യം. അലോക് എന്ന 6ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ 1 മാസമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സ്വയം സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? Alok, a 6th standard student, is learning to ride a bicycle for the last 1 month. Still, he is unable to ride the bicycle by himself. This is related to with which learning disability? ഏത് ലേണിംഗ് ഡിസാബിലിറ്റിയുമായി അഥവാ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണിത്? 1 മാസമായിട്ട് അവൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവൻ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ലേണിംഗ് ഡിസാബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. എ, വായനാ വൈകല്യം, ഡിസ്ലെക്സിയ. ബി, ആലേഖന വൈകല്യം, ഡിസ്ഗ്രാഫിയ. സി, നാമവൈകല്യം, ഡിസ്നോമിയ. ഡി, പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. ഉത്തരം ഡി ആണ്, പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. ഡി ആണ് ഉത്തരം. 14ാമത്തെ ചോദ്യം. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്കലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്കലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക. Which of the following is the correct stage related with the theory of motivation proposed by Macleland? A, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, വൈകാരികമായ ആവശ്യം, വിജയത്തോടുള്ള ആഗ്രഹം. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അഫെക്ഷൻ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ബി, വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. നീഡ് ഫോർ അഫെക്ഷൻ,
നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. സി. അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. ഡി. വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. നീഡ് ഫോർ അഫെക്ഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. ഉത്തരം സി ആണ്. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്കലാൻ നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് സി എന്ന ഓപ്ഷനാണ്. അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം അഥവാ നീഡ് ഫോർ അഫിലിയേഷൻ, അധികാരത്തോടുള്ള ആഗ്രഹം അഥവാ നീഡ് ഫോർ പവർ, വിജയത്തോടുള്ള ആഗ്രഹം നീഡ് ഫോർ അച്ചീവ്മെന്റ്. സി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം നമ്പർ 15. സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ്? സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ്? ക്രിയേറ്റിവിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? എ. മാതൃക രൂപീകരണം അഥവാ മോഡലിംഗ്. ബി. അനുകരണം അഥവാ ഇമിറ്റേഷൻ. സി. സംവ്രജന ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. ഡി. വിവ്രജന ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്. ഉത്തരം ഡി ആണ്. വിവ്രജന ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്. സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് വിവ്രജന ചിന്തയുമായിട്ടാണ് അഥവാ ഡൈവർജന്റ് തിങ്കിങ്ങുമായിട്ടാണ്. ചോദ്യം 16. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൾപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൾപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? Which one of the following idea was formulated by Allport related with personality? അപ്പോൾ വ്യക്തിത്വവുമായി അഥവാ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെടുത്തി ആൾപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. എ. ധർമ്മസ്ഥിരത അഥവാ ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ബി. ധർമ്മ സ്വാശ്രയത്വം ഫങ്ഷണൽ ഓട്ടോണമി. സി. ധർമ്മ മനസ്ഥിതി ഫങ്ഷണൽ മൈൻഡ് സെറ്റ്. ഡി. ധർമ്മപരത ഫങ്ഷണലിസം. ഉത്തരം ബി തന്നെയാണ്. ധർമ്മ സ്വാശ്രയത്വം ഫങ്ഷണൽ ഓട്ടോണമി. ബി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 17. എബ്രഹാം മാസ്ലോ 1954 അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയത്? എബ്രഹാം മാസ്ലോ 1954 അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയത്? അബ്രഹാം മാസ്ലോ explained the theory of motivation in 1954 in the perspective of എ. സമ്മാനങ്ങൾ അഥവാ റിവാർഡ്സ്. ബി. ആവശ്യങ്ങൾ അഥവാ നീഡ്സ്. സി. പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്ടേഷൻസ്. ഡി. ഉദ്ദേശ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ്. ഉത്തരം ബി തന്നെയാണ്. ആവശ്യങ്ങൾ നീഡ്സ്. നീഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അബ്രഹാം മാസ്ലോ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചത്. 18ാമത്തെ ചോദ്യം. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത്? കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ടു ഇൻക്രീസ് കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് ചിൽഡ്രൻ ഈസ് എ. പാട്ടുപാടൽ അഥവാ സിംഗിങ് സോങ്. ചിത്രരചന അഥവാ ഡ്രോയിങ്. സി. കളികൾ അഥവാ പ്ലേസ്. ഡി. കഥ പറച്ചിൽ സ്റ്റോറി ടെല്ലിംഗ്. ഉത്തരം സി ആണ്. കളികളാണ്. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് കളികളാണ്. 19ാമത്തെ ചോദ്യം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെടുത്തി
കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം ഏതാണ്? ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു പിയാഷെ എ ചൈൽഡ് ഡിസ്പ്ലേസ് ഒബ്ജക്റ്റ് പെർമനൻസ്? എ. ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. ബി. പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സി. ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി. മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഉത്തരം എ തന്നെയാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ് കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. ചോദ്യം 20. ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടിയുടെ കഴിവ് ഏതാണ്? ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടിയുടെ കഴിവ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ബഹുവികൽപ്പ ചോദ്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അസസ് ദ ചൈൽഡ്സ് എബിലിറ്റി ടു എ. ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്. റെക്കഗ്നൈസ് ദ കറക്റ്റ് ആൻസർ. ബി. ശരിയായ ഉത്തരം വിശകലനം ചെയ്യാനുള്ള കഴിവ്. അനലൈസ് ദ കറക്റ്റ് ആൻസർ. സി. ശരിയായ ഉത്തരം രൂപീകരിക്കാനുള്ള കഴിവ്. കൺസ്ട്രക്ട് ദ കറക്റ്റ് ആൻസർ. ഡി. ശരിയായ ഉത്തരം വിശദീകരിക്കാനുള്ള കഴിവ്. എക്സ്പ്ലെയിൻ ദ കറക്റ്റ് ആൻസർ. ഉത്തരം എ ആണ്. ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്. റെക്കഗ്നൈസ് ദ കറക്റ്റ് ആൻസർ. എ ആണ് ഉത്തരം. 21ാമത്തെ ചോദ്യം. 6ാം ക്ലാസ്സുകാരിയായ അജിന ഗണിത പഠനത്തിൽ വളരെ പിന്നിലാണ്. അധ്യാപിക അവൾ ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. 6ാം ക്ലാസ്സുകാരിയായ അജിന ഗണിത പഠനത്തിൽ വളരെ പിന്നിലാണ്. അധ്യാപിക അവൾ ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. എ. സിദ്ധിശോധകം അഥവാ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ബി. നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സി. പ്രകടന ശോധകം അഥവാ പെർഫോമൻസ് ടെസ്റ്റ്. ഡി. പ്രോഗ്നോസ്റ്റിക് ശോധകം അഥവാ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഉത്തരം ബി ആണ്. നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അഥവാ നിദാന ശോധകമാണ്. ഉത്തരം ബി ആണ് ശരിയായ ഓപ്ഷൻ. 22ാമത്തെ ചോദ്യം. സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത്. എ. ആഗോള വീക്ഷണം അഥവാ ദ ഗ്ലോബൽ ട്രെൻഡ്സ്. ബി. പുരോഗമന ചിന്ത പ്രോഗ്രസീവ് തിങ്കിങ്. സി. ദേശീയ കാഴ്ചപ്പാട് നാഷണൽ ഔട്ട്ലുക്ക്. ഡി. ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഉത്തരം ഡി ആണ്. ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ചോദ്യം 23. എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിലാണ് കുട്ടികൾ ജീവിത വിജയത്തിന് ആവശ്യമായ വിവിധ നൈപുണികൾ സ്വായത്തമാക്കാൻ തുടങ്ങുന്നത്. എറിക്സൺ മുന്നോട്ട് വെച്ച മാനസിക സാമൂഹിക വികസന പ്രക്രിയയിൽ ഈ ഘട്ടത്തിന് നൽകിയ പേരെന്താണ്? ഒന്നുകൂടി വായിക്കാം. എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിലാണ് കുട്ടികൾ ജീവിത വിജയത്തിന് ആവശ്യമായ വിവിധ നൈപുണികൾ സ്വായത്തമാക്കാൻ തുടങ്ങുന്നത്. എറിക്സൺ മുന്നോട്ട് വെച്ച മാനസിക സാമൂഹിക വികസന പ്രക്രിയയിൽ ഈ ഘട്ടത്തിന് നൽകിയ പേരെന്താണ്? എറിക്സൺ ഡിസ്ക്രൈബ്ഡ് ദിസ് സ്റ്റേജ് ആസ് എൻ എൻട്രി ടു ലൈഫ്. In this stage of 6 to 12 years, children begin to learn various skills valued by society.
Name this stage mentioned by Erikson in the theory of psychosocial development. A. സ്വയം തീരുമാനം വേഴ്സസ് സംശയം, ഓട്ടോണമി വേഴ്സസ് ഡൗട്ട്. ബി. മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സി. അധ്വാനം വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഡി. സ്വത്ത് സ്ഥാപനം വേഴ്സസ് സ്വത്ത് പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ്. ഉത്തരം സി തന്നെയാണ്. അധ്വാനം വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സി ആണ് ഉത്തരം. 24. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്. റിലേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, there is a zone of proximal development in the developmental process. This was proposed by A. Lev Vygotsky, B. Noam Chomsky, C. E. L. Thorndike, D. B. F. Skinner. ഉത്തരം എ തന്നെയാണ്, ലെവ് വൈഗോട്സ്കി. വൈഗോട്സ്കിയാണ് സമീപ വികാസ മേഖല ഉണ്ടെന്ന് പറഞ്ഞത്, അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. 25. ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണ്? വിച്ച് ലിംഗ്വിസ്റ്റ് ടോൾഡ് ദാറ്റ് the rudimentary form of language is being stored in the brain? A. Lev Vygotsky, B. E. L. Thorndike, G. Jean Piaget, D. Noam Chomsky. ഉത്തരം ഡി ആണ്, നോം ചോംസ്കി. നോം ചോംസ്കിയാണ് ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞത്. 26. ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? അറ്റൻഷൻ, റിട്ടൻഷൻ, performance and motivation are the process involved in the observational learning. Who proposed this? A. Erik Erikson, B. Albert Bandura, C. David Ausubel, D. Wolfgang Kohler. ഉത്തരം ബി ആണ്, ആൽബർട്ട് ബന്ദൂര. ആൽബർട്ട് ബന്ദൂരയാണ് ഇത് നിർദ്ദേശിച്ചത്. ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ബന്ദൂരയാണ്. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് കൂടി ഓർത്തു വെക്കുക: അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ് ആൻഡ് മോട്ടിവേഷൻ. ഇതൊക്കെ ഒബ്സർവേഷൻ ലേണിംഗിൽ പെട്ടതാണ്. അത് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞത് ആൽബർട്ട് ബന്ദൂരയാണ്. ബി ആണ് ഉത്തരം. 27. മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവൻ ഉള്ളത്? മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവൻ ഉള്ളത്? മനു ഷോസ് ഒബീഡിയൻസ് ഇൻ ദി ഫിയർ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെന്റ്. ഇൻ വിച്ച് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഡസ് ഹി ബിലോങ്? എ. പൂർവ വ്യവസ്ഥാപിത തലം, പ്രീ കൺവെൻഷണൽ ലെവൽ. ബി. വ്യവസ്ഥാപിത തലം അഥവാ കൺവെൻഷണൽ ലെവൽ. സി. വ്യവസ്ഥാപിതാനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഡി. അവ്യവസ്ഥാപിത തലം, ആന്റി കൺവെൻഷണൽ ലെവൽ. ഉത്തരം എ ആണ്, പൂർവ വ്യവസ്ഥാപിത തലം, പ്രീ കൺവെൻഷണൽ ലെവൽ. പ്രീ കൺവെൻഷണൽ ലെവലിലുള്ള അഥവാ പൂർവ വ്യവസ്ഥാപിത തലത്തിലുള്ള ഒരു കുട്ടി ഒരാളെ അനുസരിക്കുന്നത് ശിക്ഷയെ ഭയന്നായിരിക്കും. 28. സ്മിത
സാമൂഹ്യശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു. എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? സ്മിത സാമൂഹ്യശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു. എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? സ്മിത ലേൺസ് ഈച്ച് യൂണിറ്റ് ഓഫ് സോഷ്യൽ സയൻസ് വെരി ക്വിക്ക്ലി, ബട്ട് സുസ്മിത ടേക്സ് മച്ച് ടൈം ടു ലേൺ ദ സെയിം യൂണിറ്റ്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് എ. പരസ്പര ബന്ധം, ഇന്റർ റിലേഷൻഷിപ്പ്. ബി. പൊതുവായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്ക്, ജനറൽ ടു സ്പെസിഫിക്. സി. വ്യക്തി വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഡി. തുടർച്ച, കണ്ടിന്യൂറ്റി. ഉത്തരം സി ആണ്. വ്യക്തി വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. 29. സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. ബി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക. സി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതു സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക. ഡി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കൂളുകളിൽ വിദ്യാഭ്യാസം നൽകുക. ഉത്തരം സി ആണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതു സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക. അതിനെയാണ് സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഉത്തരം സി ആണ്. ചോദ്യം 30. സംരചനാ വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സംരചനാ വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? Which of the following is not an appropriate tool for formative assessment? A. വാചിക ചോദ്യങ്ങൾ, ഓറൽ ക്വസ്റ്റ്യൻസ്. ബി. ടേം പരീക്ഷ, ടേം എക്സാമിനേഷൻ. സി. പ്രശ്നോത്തരിയും കളികളും, ക്വിസ് ആൻഡ് ഗെയിംസ്. ഡി. അസൈൻമെന്റ്. ഉത്തരം ബി ആണ്. ടേം പരീക്ഷ. ഇത് ഫോർമേറ്റീവ് അസസ്മെന്റിന് യോജിച്ചതല്ല. അഥവാ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നതിന്റെ മലയാളം ശ്രദ്ധിക്കുക, സംരചനാ വിലയിരുത്തൽ എന്നാണ്. സംരചനാ വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബി ആണ്. ടേം പരീക്ഷ അഥവാ ടേം എക്സാമിനേഷൻ.